കരുവന്നൂർ ബാങ്കിന് മുന്നിൽ നിക്ഷേപകന്റെ ഒറ്റയാൾ പ്രതിഷേധം. മാപ്രാണം സ്വദേശി ജോഷിയാണ് പണം ലഭിക്കാത്തതിനെ തുടർന്ന് മേൽവസ്ത്രം ഊരി പ്രതിഷേധിച്ചത്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ വെള്ളിയാഴ്ച മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ് ഉടമസ്ഥ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി. അശാസ്ത്രീയമായ ഗതാഗത നിയന്ത്രണങ്ങളിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. ദേശീയപാത അമ്പലൂരിലെ അടിപ്പാത നിർമ്മാണം ഈ മാസം 26-ന് ആരംഭിക്കും. ഗതാഗത നിയന്ത്രണം വെല്ലുവിളിയാകുമെന്ന ആശങ്കയിൽ നാട്ടുകാരും വ്യാപാരികളും. പൂക്കോട് വട്ടനാത്ര പച്ചളിപ്പുറം പാടശേഖരത്തിലെ ഏക്കർ കണക്കിന് നെൽകൃഷി കരിഞ്ഞുണങ്ങുന്നു. കതിര് വന്ന നെൽച്ചെടികൾ നശിക്കുന്നതിന്റെ കാരണമറിയാതെ കർഷകർ ആശങ്കയിൽ. നിറമാല നിറവിൽ തിരുവില്ലാമല ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രം. മധ്യ കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് നടന്ന നിറമാല ഉത്സവത്തിന് ആയിരങ്ങളെത്തി. തൊയക്കാവ് തീരം ബോട്ട് ക്ലബ്ബും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച ജലോത്സവം ആയിരങ്ങൾക്ക് ആവേശമായി. ജലോത്സവത്തിൽ ഡിമക്സ് തൊയക്കാവിന്റെ മടപ്ലാതുരുത്ത് ജേതാക്കളായി. കണ്ടശാങ്കടവ് ജലോത്സവം മുടങ്ങാതിരിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. തൃപ്രയാറിൽ കണ്ടെയ്നർ ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ 2 യുവാക്കൾ മരിച്ചു. വലപ്പാട് സ്വദേശികളായ ആശീർവാദ്, ഹാഷിം എന്നിവരാണ് മരിച്ചത്. നമസ്കാരം. വാർത്തകൾ വിശദമായി. നിക്ഷേപ തുക ലഭിക്കാത്തതിനെ തുടർന്ന് കരുവന്നൂർ ബാങ്കിൽ മേൽവസ്ത്രം ഊരിമാറ്റി പ്രതിഷേധം. ബന്ധുക്കളുടെ നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് മാപ്രാണം സ്വദേശി ജോഷിയാണ് ബാങ്കിന് മുന്നിൽ വസ്ത്രമൂരി പ്രതിഷേധിച്ചത്. വ്യാഴാഴ്ച രാവിലെയാണ് ജോഷി പണം ആവശ്യപ്പെട്ട് കരുവന്നൂർ ബംഗ്ലാവിലുള്ള കരുവന്നൂർ ബാങ്കിന്റെ ഹെഡ് ഓഫീസിലെത്തിയത്. കരുവന്നൂർ ബാങ്കിന്റെ സിഇഒ KR രാകേഷ്, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അംഗങ്ങളായ ശ്രീകാന്ത്, മോഹൻദാസ് എന്നിവരുമായി ചർച്ച നടത്തിയെങ്കിലും ബന്ധുക്കളുടെ പേരിലുള്ള മുഴുവൻ നിക്ഷേപ തുകയായ 60 ലക്ഷത്തോളം രൂപ ഒരുമിച്ച് നൽകാൻ സാധിക്കില്ലെന്ന് ബാങ്ക് നിലപാട് സ്വീകരിച്ചു. ഇതോടെയാണ് ജോഷി ബാങ്കിന് മുന്നിൽ മേൽവസ്ത്രം ഊരി മാറ്റി പ്രതിഷേധിച്ചത്. ഗാന്ധിജിയുടെ സമരമാർഗമാണ് താൻ തിരഞ്ഞെടുക്കുന്നതെന്നും അതിനാലാണ് മേൽവസ്ത്രം ഊരി പ്രതിഷേധിക്കുന്നതെന്നും ജോഷി പറഞ്ഞു. മന്ത്രിമാരായ ബിന്ദുവിനും വാസവനും കത്തുകൾ അയച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നും ജോഷി പറയുന്നു. 3.5 വർഷമായിട്ടും 13 ലെറ്റർ കൊടുത്തു. 2 മാസം മുൻപ് സ്ഥലം MLA വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ബിന്ദുവിന് കൊടുത്തു. 1 മാസം മുൻപ് വാസവൻ മിനിസ്റ്റർക്ക് അയച്ചു. ഇതിനൊക്കെ മുൻപ് കഴിഞ്ഞ ജനുവരി 30-ന് ജീവിക്കാൻ നിർത്തിയില്ല. എൻ്റെ വീട്ടിലെ ഭാഗങ്ങളും മറ്റു ഭാഗങ്ങളൊക്കെ പൈസ കൂടെ ഉണ്ടായിരുന്നു. അത് തിരികെ കൊടുക്കാൻ പറ്റാതെ ഞാൻ ചോദിച്ചിട്ട് ദയാവധം ആവശ്യപ്പെട്ടിട്ട് ജനുവരി 28-ന് ഒരു തുക, എൻ്റെ പേരിലുള്ള തുകയിൽ നിന്ന് ഒരു ഭാഗം കട്ട് ചെയ്തെടുത്ത് തന്നിട്ട് ബാക്കിയുള്ളത് 3 മാസത്തിനുള്ളിൽ തിരികെ തരാമെന്ന് ഇപ്പോഴത്തെ കരുവന്നൂർ ബാങ്കിൻ്റെ CEO പറഞ്ഞിട്ട് ജനുവരി 30 തൊട്ട് ഇതുവരെ 3 മാസം ആയിട്ടില്ല. മുൻപ് ദയാവധം ആവശ്യപ്പെട്ടും ജോഷി കത്ത് നൽകിയിരുന്നു. ജോഷിയുടെ ഭാര്യയുടെയും ഭാര്യ മാതാവിൻ്റെയും സഹോദരിയുടെ മകളുടെ പേരിലുമായാണ് ഇനി 60 ലക്ഷത്തോളം രൂപ നിക്ഷേപമുള്ളത്. ജോഷിയുടെ പേരിലുണ്ടായിരുന്ന 28 ലക്ഷത്തോളം രൂപ മാസങ്ങൾക്ക് മുൻപ് നിരവധി സമരങ്ങളെ തുടർന്ന് തിരികെ നൽകിയിരുന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ തന്നെ ജോഷിയുടെ ബന്ധുക്കൾക്കായി ഗഡുക്കളായി 5.25 ലക്ഷം രൂപ തിരികെ നൽകാൻ ബാങ്ക് തയ്യാറായിരുന്നുവെന്നും എന്നാൽ അത് സ്വീകരിക്കാൻ ജോഷി തയ്യാറായില്ലെന്നും ബാങ്ക് അധികൃതർ പറഞ്ഞു. ബാങ്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മുഴുവൻ തുകയും ഒരുമിച്ച് നൽകാൻ സാധിക്കില്ലെന്നും ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ വെള്ളിയാഴ്ച മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ് ഉടമസ്ഥ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ നിലവിൽ പൂച്ചിനിപ്പാടം മുതൽ ഊരകം വരെയും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് മുതൽ ഢാണ വരെയും കോൺക്രീറ്റിംഗ് നടന്നുവരികയാണ്. ഇവിടുത്തെ പണി പൂർത്തിയാക്കാതെയാണ് വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് ജംഗ്ഷൻ മുതൽ കോണത്തുകുന്ന് വരെയുള്ള റോഡ് ബ്ലോക്ക് ചെയ്ത് കോൺക്രീറ്റിംഗ് പണികൾ ആരംഭിച്ചത്. ബസ് ഉടമകളുമായി ചർച്ച പോലും നടത്താതെ KSTPയുടെ അനുമതി വാങ്ങിയാണ് പണി ആരംഭിച്ചത്. ഇതുമൂലം ബസ്സുകൾക്ക് സമയത്തിന് ഓടിയെത്താൻ സാധിക്കാത്തതിനെ തുടർന്നാണ് സർവീസ് നിർത്തിവെക്കാൻ തങ്ങൾ നിർബന്ധിതരായിരിക്കുന്നതെന്നാണ് ബസ് ഉടമസ്ഥ തൊഴിലാളി സംയുക്ത കോർഡിനേഷൻ ഭാരവാഹികൾ അറിയിച്ചത്. എതിർദിശയിൽ നിന്ന് ഓട്ടോറിക്ഷ വന്നാൽ പോലും കടന്നുപോകാൻ പറ്റാത്ത വഴിയിലൂടെയാണ് ബസ് തിരിച്ചുവിടുന്നത്. 40 കിലോമീറ്റർ ദൂരം വരുന്ന തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ 135 സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. RTO അനുവദിച്ചു നൽകിയ സമയപരിധിയേക്കാൾ 15 മിനിറ്റിൽ കൂടുതൽ വൈകിയാണ് ഇപ്പോൾ തന്നെ സർവീസ് നടത്തുന്നത്. ഇത് നിയമലംഘനമാണ്. ഇക്കാരണത്താൽ സർവീസ് നിർത്തിവെക്കുകയാണെന്നും കളക്ടറുടെ നേതൃത്വത്തിൽ എടുത്ത തീരുമാനത്തിന് വിരുദ്ധമായാണ് ഇപ്പോൾ പണികൾ നടക്കുന്നതെന്നും തങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ ഉടൻ തന്നെ സർവീസ് പുനരാരംഭിക്കുമെന്നും ഇവർ അറിയിച്ചു. ബസ് ഉടമ കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ MS പ്രേംകുമാർ, BMS പ്രതിനിധി AC കൃഷ്ണൻ, CITU പ്രതിനിധി KV ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു.
ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷൻ മുതൽ ഇരിങ്ങാലക്കുട ഡാണ വരെയുള്ള റോഡ് കോൺക്രീറ്റിൻ്റെ പണി വീണ്ടും തുടങ്ങി. ഈ 2 ഡൈവർഷൻ നടത്തി തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട റൂട്ടിലെ ബസ്സുകൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് യാതൊരുവിധ ചർച്ചയും നടത്താതെ KSTPയുടെ പെർമിഷൻ വാങ്ങി കമ്പനി വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് ജംഗ്ഷൻ റോഡ് ബ്ലോക്ക് ചെയ്ത് 3.5 കിലോമീറ്ററോളം ബസ്സുകൾ ഡൈവേർട്ട് ചെയ്ത് സർവീസ് നടത്തേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ വന്നുപെട്ടിരിക്കുകയാണ്. അപ്പോൾ സമയത്തിന് ബസ്സുകൾക്ക് നൽകിയിട്ടുള്ള ടൈം ഷെഡ്യൂൾ അനുസരിച്ച് ബസ് സർവീസ് ഇപ്പോൾ സർവീസ് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് തൃശ്ശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ ഇപ്പോൾ സംജാതമായിട്ടുള്ളത്. ഇതിൽ പ്രതിഷേധിച്ച് നാളെ മുതൽ ബസ് ഉടമസ്ഥ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി യോഗം ഇന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് സംഘടനയിൽ വച്ച് യോഗം ചേർന്ന് ഐക്യകണ്ഠേന തീരുമാനിച്ചിട്ടുള്ള കാര്യം എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു. ഇത് പണിമുടക്കോ സമരമൊന്നുമല്ല. RT അലോട്ട് ചെയ്ത സമയത്ത് നിയമാനുസൃത സർവീസ് നടത്തിയില്ലെങ്കിൽ ഒരപകടമോ അപകട മരണമോ ഉണ്ടായാൽ സെക്ഷൻ 304 കേസെടുക്കുന്ന ഒരു സാഹചര്യമാണ്. ഡ്രൈവർ 10 കൊല്ലം ജയിലിൽ പോയി കിടക്കേണ്ട ഒരു സാഹചര്യം. ഈ ഒരു പ്രത്യേക സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അടിയന്തരമായി ജില്ലാ കലക്ടർ ഇടപെട്ടുകൊണ്ട് അവിടെ നിയമാനുസൃതം തൊഴിലാളികൾക്ക് സർവീസ് നടത്താൻ ആവശ്യമായ സൗകര്യമുണ്ടാക്കണം, ചർച്ച ചെയ്ത് തീരുമാനിക്കണം. ട്രേഡ് യൂണിയൻ സംഘടനകൾക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും, ബസ് ഉടമസ്ഥ സംഘടനകൾക്ക് എന്തെങ്കിലും പറയാം. അതെല്ലാം കൂടി സംയോജിപ്പിച്ചുകൊണ്ട് സുഗമമായി കോൺക്രീറ്റ് റോഡിൻ്റെ പണി പൂർത്തീകരിക്കാനുള്ള എല്ലാ സഹായവും ട്രേഡ് യൂണിയനുകളുടെ ഭാഗത്തുനിന്നുണ്ടാവും. ദേശീയപാത ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണം ഈ മാസം 26-ന് ആരംഭിക്കും. ആമ്പല്ലൂർ ജംഗ്ഷനിലെ അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുന്നതിനായി KK രാമചന്ദ്രൻ MLA അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ആമ്പല്ലൂർ ജംഗ്ഷനിലെ നിർദ്ദിഷ്ട വെഹിക്കുലാർ അണ്ടർ പാസേജിന്റെ പ്രധാന ഭാഗമാണ് നിർമ്മാണം ആരംഭിക്കുക. നിർമ്മാണം പുരോഗമിക്കുന്ന സർവീസ് റോഡുകൾ അടിയന്തരമായി പൂർത്തിയാക്കും. 10 മാസത്തിനുള്ളിൽ അണ്ടർ പാസേജ് പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ. നിർമ്മാണ കാലയളവിൽ ആമ്പല്ലൂരിലെ ഗതാഗത നിയന്ത്രണം വലിയ വെല്ലുവിളിയാകുമെന്ന് നാട്ടുകാരും വ്യാപാരികളും യോഗത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു. അതേസമയം സർവീസ് റോഡിൽ വൺ വേ ഏർപ്പെടുത്തി ജംഗ്ഷനിൽ ഉണ്ടായേക്കാവുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കാനാവുമെന്ന് ദേശീയപാത അധികൃതർ അറിയിച്ചു. ഇതിനായി പോലീസിന്റെ സേവനം ഉറപ്പാക്കും. അപകടങ്ങൾ പതിവായിരുന്ന ആമ്പല്ലൂർ സിഗ്നൽ ജംഗ്ഷൻ ദേശീയപാത അതോറിറ്റി ബ്ലാക്ക് സ്പോട്ടായി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇവിടെ 20 മീറ്റർ വീതിയിലും 5.5 മീറ്റർ ഉയരത്തിലുമായാണ് വെഹിക്കുലാർ അണ്ടർ പാസേജ് നിർമ്മിക്കുന്നത്. 3 കൾവർട്ടുകളും ഡ്രൈനേജ് സംവിധാനങ്ങളും ഉൾപ്പെടെ 1.3 കിലോമീറ്റർ നീളം അടിപ്പാതയ്ക്കുണ്ടാകുമെന്ന് പ്രോജക്ട് ഡയറക്ടർ അറിയിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, പുതുക്കാട്. അളഗപ്പനഗർ, പൂക്കോട്, വട്ടനാത്ര, പച്ചളിപ്പുറം പാടശേഖരത്തിലെ ഏക്കർ കണക്കിന് നെൽകൃഷി കരിഞ്ഞുണങ്ങുന്നു. കതിരുവന്ന നെൽച്ചെടികൾ നശിക്കുന്നതിന്റെ കാരണമറിയാതെ കർഷകർ ആശങ്കയിൽ. 80ഓളം ഏക്കർ വരുന്ന പാടശേഖരത്തിലെ 50 ഏക്കറിലേറെ നെൽകൃഷിയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷിവകുപ്പ് അധികൃതരുടെ നിർദ്ദേശപ്രകാരം എത്തിച്ച കുഞ്ഞു നെൽവിത്താണ് കർഷകർ വിരിപ്പൂ കൃഷിക്കായി ഇറക്കിയത്. ഉദ്യോഗസ്ഥർ പറഞ്ഞ വളവും കീടനാശിനികളും കർഷകർ ഉപയോഗിച്ചിരുന്നു. കതിരു വന്ന സമയത്താണ് നെൽച്ചെടികൾ ഉണങ്ങിത്തുടങ്ങിയത്. ചെടികളുടെ കടഭാഗം മുതൽ ചീഞ്ഞു തുടങ്ങിയ അവസ്ഥയായിരുന്നു. പിന്നീട് ഓലകൾ കരിഞ്ഞു തുടങ്ങി. കതിരുകൾ വിളയാത്ത സ്ഥിതി വന്നതോടെ കർഷകർ കൃഷിവകുപ്പ് അധികൃതരെ ബന്ധപ്പെട്ടെങ്കിലും ഇതിന്റെ കാരണം വ്യക്തമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ലെന്ന് കർഷകർ പറയുന്നു. കൊയ്യേണ്ട സമയമായപ്പോൾ തന്നെ നെൽക്കതിരി വന്നതിന് ശേഷം ഒരു കരിച്ചിൽ രോഗം വന്നു. അതിനുവേണ്ട പ്രതിവിധി പാടശേഖരത്തിൽ നിന്ന് കൃഷിവകുപ്പുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ മരുന്ന് തെളിക്കുകയും അതിൽ നിന്ന് നെല്ലിന് കേടുമാറാവുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയും വന്നില്ല. 2 വർഷം മുൻപ് കാവലൂർ പാടശേഖരത്തിലും ഇതേമാതിരിയുള്ള രോഗം വന്നു. അന്നും ഇതിൻ്റെ സാമ്പിൾ കൊണ്ടുപോയി എന്നുള്ളതല്ലാതെ വ്യക്തമായിട്ടുള്ള ഒരു മറുപടി ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഇങ്ങനെ തുടർന്ന് ഇനി അടുത്ത പോവും ഇതുപോലെ തന്നെ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി കൃഷി കൊണ്ടു നടക്കാൻ പറ്റില്ല. വായ്പയെടുത്തും സ്വർണം പണയപ്പെടുത്തിയുമാണ് പല കർഷകരും കൃഷി ഇറക്കിയത്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇതുമൂലം കർഷകർക്കുണ്ടായത്. നെൽച്ചെടികൾ വിളവെത്താതെ കരിഞ്ഞുണങ്ങിയതിന്റെ പ്രതിഭാസം എന്താണെന്ന് കണ്ടെത്തണമെന്നും നശിച്ചുപോയ നെൽകൃഷിയുടെ നഷ്ടം അധികൃതർ നൽകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. നെൽകൃഷി നശിച്ചുപോയതിന്റെ കാരണം കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ
അടുത്ത തവണ കൃഷി ഇറക്കാൻ തയ്യാറല്ലെന്നാണ് കർഷകർ പറയുന്നത്. കഴിഞ്ഞ വർഷം സമീപത്തെ കാവലൂർ പാടശേഖരത്തിൽ ഇത്തരത്തിലുള്ള രോഗം ബാധിച്ച് കൃഷി നശിക്കുകയും സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പരിശോധിച്ചതിന്റെ ഫലം പുറത്തുവിടുന്നതിനോ കാരണം വ്യക്തമാക്കുന്നതിനോ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ലെന്ന് കർഷകർ പറയുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി അസുഖം വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞ് മരുന്ന് അടിക്കാൻ പറഞ്ഞത് കഴിഞ്ഞപ്പോൾ, അതായത് ഞങ്ങൾ പറഞ്ഞ് മരുന്ന് അടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കൃഷി ഓഫീസർ കൈയൊഴിയുക ചെയ്തത്. ഈ പ്രാവശ്യവും ഇപ്പോൾ പറഞ്ഞത് നിങ്ങൾ ഇതൊന്നും TV ചാനലുകാരെ കാണിച്ചിട്ട് കാര്യമില്ല, ഞങ്ങൾ 10 പൈസ ആനുകൂല്യം ഇതിന് കിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. അടുത്തൊരു തലമുറ ഇതിലേക്ക് കടന്നു വരുന്നില്ല, കാരണം ചിന്തിക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും പ്രതിവിധിയില്ലെങ്കിൽ കൃഷി അവസാനിപ്പിക്കുക എന്നുള്ള കണ്ടീഷനിലാണ് എൻ്റെ തീരുമാനം. ജലലഭ്യതയുള്ള പാടത്ത് കൃത്യസമയത്ത് വളവും കീടനാശിനികളും ഉപയോഗിച്ച് രാപ്പകലില്ലാതെ ചെയ്ത കൃഷി കത്തിച്ചു കളയുകയല്ലാതെ മറ്റു മാർഗമില്ലെന്നാണ് കർഷകർ പറയുന്നത്. TCV ന്യൂസ്, പുതുക്കാട്. മധ്യ കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന പ്രസിദ്ധമായ തിരുവില്ലാമല നിറമാല മഹോത്സവത്തിന് ഭക്തജനപ്രവാഹം. കന്നിമാസത്തിലെ 30 വ്യാഴാഴ്ച നടന്ന നിറമാല തൊഴാൻ അതിരാവിലെ മുതൽ തന്നെ ഭക്തരുടെ ഒഴുക്കായിരുന്നു. ആഘോഷങ്ങൾക്ക് ക്ഷേത്രവും പരിസരവും പുഷ്പാലങ്കൃതമായിരുന്നു. നിരവധി വാദ്യ കലാകാരന്മാരും ഗജവീരന്മാരും എഴുന്നള്ളിപ്പിൽ പങ്കെടുത്തു. രാവിലെ ക്ഷേത്രത്തിൽ കലാമണ്ഡലം അച്യുതൻ, ഞരളത്ത് രാമദാസ്, സിന്ധു ശ്രീകുമാർ, രഘുനന്ദൻ എന്നിവർ ചേർന്ന് അവതരിപ്പിച്ച അഷ്ടപതിയോടെയാണ് ഉത്സവത്തിന് തുടക്കമായത്. കിഴക്കൂട്ടനിയന്മാരുടെ നേതൃത്വത്തിൽ രാവിലെ പഞ്ചാരി മേളത്തോടെ ശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. ഉച്ചയ്ക്ക് പഞ്ചവാദ്യത്തോടെ നടന്ന കാഴ്ച ശീവേലിക്ക് കുനിശ്ശേരി അനിയന്മാരും പ്രമാണം വഹിച്ചു. തുടർന്ന് മാളവിക വാര്യരുടെ ഓട്ടൻതുള്ളൽ നടന്നു. വൈകിട്ട് നാഗസ്വര കച്ചേരി, ദീപാരാധന എന്നിവ നടന്നു. കൊമ്പന്മാരായ ചിറക്കൽ കാളിദാസൻ, ചെത്തല്ലൂർ മുരളീകൃഷ്ണനും രാമലക്ഷ്മണന്മാരുടെ തിടമ്പേറ്റി. വെള്ളിയാഴ്ച രാവിലെ നാദസ്വരത്തോടെ ഉത്സവത്തിന് സമാപനമാകും. തൊയക്കാവ് തീരം ബോട്ട് ക്ലബ്ബും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച തീരം ജലോത്സവം ആയിരങ്ങൾക്ക് ആവേശമായി. തൊയക്കാവ് കാളിയേക്കൽ കടവിൽ സംഘടിപ്പിച്ച ജലോത്സവത്തിൽ ഡിമക്സ് തൊയക്കാവിന്റെ മടപ്ലാത്തുരുത്ത് ജേതാക്കളായി. മരുതയൂർ സൌഹൃദ ബോട്ട് ക്ലബിന്റെ ചെറിയ പണ്ഡിതൻ 2ാം സ്ഥാനവും സൺറൈസ് ഒരുമനയൂരിന്റെ ശ്രീമുരുകൻ 3ാം സ്ഥാനവും നേടി. ജലോത്സവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷനായി. ജലഘോഷയാത്രയും പ്രദർശനവലിയും രക്ഷാധികാരി MA വാസുദേവൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. മടപ്ലാതുരത്തിന്റെ ശരവണൻ നല്ല അമരക്കാരനും അഭിജിത്ത് നല്ല അണിയറക്കാരനുമായുള്ള ട്രോഫി നേടി. നല്ല അച്ചടക്കമുള്ള ടീമിനുള്ള ട്രോഫി മടപ്ലാതുരത്ത് വള്ളം കരസ്ഥമാക്കി. പ്രദർശനവലിയിൽ തൊയക്കാവ് ദേശം ബോട്ട് ക്ലബിന്റെ സെന്റ് സെബാസ്റ്റ്യൻ നമ്പർ 2 ജേതാക്കളായി. പാവറട്ടി SI വൈശാഖൻ സമ്മാനദാനം നിർവഹിച്ചു. നല്ലൊരു മത്സരം കാഴ്ചവെച്ചുകൊണ്ട് നമ്മുടെ മടപ്ലാതിരുത്ത് കടന്നു പോകുന്നു. അതുപോലെ തന്നെ നമ്മുടെ മയിൽപീലികൾ. ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫിക്ക് വേണ്ടി രണ്ടോണ നാളിൽ നടത്തിവരാറുള്ള കണ്ടശാങ്കടവ് ജലോത്സവം ചോപ്പ് നാടയിൽ കുടുങ്ങി മുടങ്ങാതിരിക്കാൻ ബന്ധപ്പെട്ടവർ നടപടി കൈക്കൊള്ളണമെന്ന് ജലോത്സവം സംരക്ഷണ സമിതി ഭാരവാഹികളായ ടോണി അത്താണിക്കൽ, ജോർജ് ആലപ്പാട്, കാർത്തികേയൻ വെണ്ണയ്ക്കൽ തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. വയനാട് ദുരന്തമുണ്ടായിട്ടും മറ്റ് ജലോത്സവങ്ങളും ഓണാഘോഷ പരിപാടികളും നടന്നപ്പോൾ കണ്ടശാങ്കടവ് ജലോത്സവം മുടങ്ങിപ്പോയി. ജലരാജാക്കന്മാരായ 8 ചുണ്ടൻ വള്ളങ്ങളടക്കം പങ്കെടുപ്പിച്ച് നടത്തിയിട്ടുള്ള ജലോത്സവമാണ് ഇത്തവണ നടക്കാതെ പോയത്. മുൻ വർഷങ്ങളിലെ ജലോത്സവ നടത്തിപ്പുമായുള്ള കണക്ക് അവതരണത്തിന് തങ്ങളെ വിളിക്കാറില്ലെന്ന് ജലോത്സവ സംഘാടക സമിതിയിൽ ഉൾപ്പെട്ട 3 പേരും വ്യക്തമാക്കി. കടബാധ്യത ഒഴിവാക്കാൻ ജില്ലാ പഞ്ചായത്ത് 15 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ 1 കോടി രൂപയും നൽകണമെന്നും ഇതിനായി ചട്ടങ്ങളും നിയമങ്ങളും ഭേദഗതി വരുത്തണമെന്നും മണലൂർ പഞ്ചായത്ത് അംഗം കൂടിയായ ടോണി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തൃപ്രയാറിൽ VB മാളിന് സമീപം കണ്ടെയ്നർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ 2 യുവാക്കൾ മരിച്ചു. വലപ്പാട് കോതക്കുളം ബീച്ച് സ്വദേശി കാരേപ്പറമ്പിൽ രാമദാസിന്റെ മകൻ 18 വയസ്സുള്ള ആശീർവാദ്, വലപ്പാട് മാലാഖ വളവ് സ്വദേശി അമ്പലത്ത് വീട്ടിൽ സഗീറിന്റെ മകൻ 18 വയസ്സുള്ള ഹാഷിം എന്നിവരാണ് മരിച്ചത്. ഇവരോടൊപ്പമുണ്ടായിരുന്ന നിഹാലിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വല്ലാർപാടത്തു നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്നു കണ്ടെയ്നർ ലോറി. ഉയരം കൊണ്ട് ശ്രദ്ധേയനായ പണിക്കവീട്ടിൽ കമറുദ്ദീൻ അന്തരിച്ചു. 61 വയസ്സായിരുന്നു. പാവറട്ടി പുതുമനശ്ശേരി സ്വദേശിയാണ്. 7 അടി 1 ഇഞ്ചായിരുന്നു കമറുദ്ദീന്റെ ഉയരം. അത്ഭുത ദ്വീപ് ഉൾപ്പെടെ ഒട്ടേറെ സിനിമകളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഖബറടക്കം നടത്തി.
വിട പറഞ്ഞത് ഉയരം മഹിമയിലൂടെ പ്രശസ്ത അഭിനയ കുലപതികളായ അമിതാഭ് ബച്ചന്റെയും രജനീകാന്തിന്റെയും കമലഹാസന്റെയും മനം കവരാൻ ഭാഗ്യം സിദ്ധിച്ച കലാകാരൻ. ഉയരത്തിൽ മുൻപനായ കമറുദ്ദീൻ ജീവിതം എത്തിപ്പിടിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു. പാവറട്ടി പണിക്ക് വീട്ടിൽ മുഹമ്മദിന്റെയും നഫീസയുടെയും 3 മക്കളിൽ രണ്ടാമനായിരുന്നു 7 അടി 2 ഇഞ്ച് ഉയരമുള്ള കമറുദ്ദീൻ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ വ്യക്തിയായിരുന്നു. പണക്കാരൻ എന്ന തമിഴ് ചിത്രം ഉൾപ്പെടെ 7ഓളം തമിഴ് സിനിമകളിലും അനിൽ കപൂർ നായകനായ രക്വാലെ എന്ന ഹിന്ദി ചിത്രത്തിലും 11ഓളം തെലുങ്കു ചിത്രത്തിലും അഭിനയിച്ചിട്ടുള്ള കമറുദ്ദീൻ മലയാളത്തിൽ ബ്രഹ്മരക്ഷസ്, റഹ്മാൻ നായകനായ 1-ാം പ്രതി ഒളിവിൽ, കിരാതം തുടങ്ങി ധാരാളം സിനിമകളിൽ അഭിനയിച്ചു. വിനയൻ സംവിധാനം ചെയ്ത അത്ഭുത ദ്വീപാണ് അവസാനം അഭിനയിച്ച മലയാള ചിത്രം. വ്യക്തിജീവിതത്തിൽ ഉയരം കീഴടക്കാനായെങ്കിലും നിത്യജീവിതത്തിൽ അനാരോഗ്യവും സാമ്പത്തിക ബുദ്ധിമുട്ടും ശാരീരിക അവശതകളും കമറുവിനെ അലട്ടി. ശാരീരിക ബുദ്ധിമുട്ടുകളും നിത്യരോഗങ്ങളും കാരണം കലാരംഗത്തു നിന്നും വിട്ടുനിന്നു. ആരോഗ്യം അനുവദിക്കുന്ന സമയങ്ങളിൽ പാവർട്ടിയിലെ തെരുവോരങ്ങളിൽ ലോട്ടറി കച്ചവടവുമായും സെക്യൂരിറ്റിക്കാരനായും തട്ടുകട കച്ചവടക്കാരനായും ജീവിതം മുന്നോട്ട് നയിച്ച വ്യക്തിയായിരുന്നു കമറുദ്ദീൻ. TCV ന്യൂസ്, പാവർട്ടി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ 14-കാരനെ കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം സ്വദേശിയായ വരിക്കാളുവിള പത്മനാഭൻ പിള്ളയുടെ മകൻ അനന്തവിഷ്ണുവാണ് മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനെത്തിയ അനന്തവിഷ്ണുവും കുടുംബവും ബുധനാഴ്ച കിഴക്കേ നടയിലെ സ്വകാര്യ ലോഡ്ജിൽ മുറിയെടുത്തിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെയാണ് കുടുംബാംഗങ്ങൾ ആൾമറയുള്ള കിണറ്റിൽ അനന്തവിഷ്ണു വീണ് കിടക്കുന്നത് കണ്ടത്. ഫയർഫോഴ്സിന്റെ സഹായത്തോടെ പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. പാവറട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കള്ളക്കണക്കിലൂടെ ഫണ്ട് തട്ടിപ്പും ദുരുപയോഗവും നടത്തുന്ന LDF സർക്കാരിന്റെയും ദുരന്തബാധിതർക്ക് അടിയന്തര സാമ്പത്തിക സഹായം നൽകുന്നതിൽ അലംഭാവം കാട്ടുന്ന കേന്ദ്ര സർക്കാരിന്റെയും നടപടിക്കെതിരെയായിരുന്നു പ്രതിഷേധം. കോൺഗ്രസ് പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് ആന്റോ ലിജോ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. സുകുമാരൻ അമ്പാടി അധ്യക്ഷത വഹിച്ചു. AL ആന്റണി, ഉണ്ണി പാവറട്ടി, ജിൽസ് പാവറട്ടി, മജീദ് പടുവിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ജനതയെ വഞ്ചിച്ച കേന്ദ്ര കേരള സർക്കാരുകളുടെ നടപടിക്കെതിരെ കോൺഗ്രസ് എളവള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂവത്തൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. പ്രസാദ് വാഗ അധ്യക്ഷത വഹിച്ചു. ശരത് കുമാർ, AD സാജു, സുബിരാജ്, തോമസ്, സിംസൺ കുത്തൂർ, TP ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുടയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ ഒറ്റയാൾ പ്രതിഷേധം. പൊതുപ്രവർത്തകനായ ഷിയാസ് പാളയംകോട്ടാണ് പ്രതീകാത്മകമായി കാലന്റെ വേഷമണിഞ്ഞ് റോഡിലെ കുഴികളിൽ നിന്ന് പ്രതിഷേധിച്ചത്. റോഡിലെ കുഴികൾ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ ഷിയാസ് നഗരസഭാ അധികൃതർക്കും വിജിലൻസിനും പരാതികൾ നൽകിയിരുന്നു. യാതൊരു നടപടിയും ഇല്ലാത്തതിനെ തുടർന്ന് കാലന്റെ രൂപത്തിൽ വേഷം ധരിച്ച് ഷിയാസ് നഗരസഭാ ഓഫീസിൽ എത്തി വീണ്ടും പരാതി നൽകി. തുടർന്ന് ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ് പരിസരത്തെ റോഡിലെ കുഴികളിൽ ഇരുന്ന് പ്രതിഷേധിച്ചു. കുന്നംകുളം ചിറ്റന്നൂരിൽ മാലിന്യം ശേഖരണ പ്രവർത്തനങ്ങൾക്കിടെ നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ അസഭ്യം പറഞ്ഞ് അധിക്ഷേപിച്ചതായി പരാതി. പ്രദേശത്തെ ബാലകൃഷ്ണ സ്റ്റോഴ്സ് എന്ന സ്ഥാപനത്തിൽ നിന്ന് യൂസർ ഫീ ശേഖരിക്കുന്നതിനിടെ കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വന്ന കരുമത്തിൽ സത്യനാണ് ഹരിതകർമ്മ സേനാംഗങ്ങളായ ദീപ, ഷീന എന്നിവരോട് അകാരണമായി തട്ടിക്കയറുകയും അസഭ്യം പറഞ്ഞ് അപമാനിക്കുകയും ചെയ്തത്. നേരത്തെ ഇയാളുടെ വീട്ടിൽ മാലിന്യം ശേഖരിക്കാൻ പോയപ്പോഴും ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഇത്തരം ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് കൺസോർഷ്യം പ്രസിഡന്റ് ഷീബ ബിജു, സെക്രട്ടറി ശുഭ എന്നിവർ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾ പോലീസിൽ പരാതി നൽകി. പോലീസ് കസ്റ്റഡിയിലെടുത്ത ആരോപിതനെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കേസെടുക്കാതെ ശാസിച്ച് വിട്ടു. സഭയുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് നേരെ വളരെ മോശമായിട്ടുള്ള ഒരു പ്രതികരണം ഒരു വ്യക്തി നടത്തിയിട്ടുണ്ട്. അത് കരുമത്തിൽ സത്യൻ എന്ന ഒരു വ്യക്തിയാണ് ചിറ്റഞ്ഞൂര് വാർഡിൽ നിന്ന് 34-ാം വാർഡിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് ശക്തമായി അതിനെ അപലപിക്കുന്നു. അയാൾക്കെതിരെ കർശനമായ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും മാലിന്യമുക്ത ഒരു നാടായി നമ്മളെ നാട് മാറണമെന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പൂർണ്ണമായും മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടി ഹരിതകർമ്മ സേനാ അംഗങ്ങൾ വളരെ ആത്മാർത്ഥമായി ഓരോ വീടുകളിൽ നിന്നും അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. പഴഞ്ഞി പെരുന്തുരുത്തി മാർ ബസേലിയോസ് ഓർത്തഡോക്സ് പള്ളി പെരുന്നാളിന് തുടക്കമായി.
സന്ധ്യാനമസ്കാരത്തിന് ശേഷം ഗീവർഗീസ് സഹദ കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണം നടന്നു. വെള്ളിയാഴ്ച രാവിലെ 8:30 ദിവ്യബലി നടക്കും. എഴുന്നള്ളിപ്പുകൾ വൈകിട്ട് പള്ളിയിലെത്തി സമാപിക്കും. തുടർന്ന് പ്രദക്ഷിണം, പൊതുസദ്യ എന്നിവ ഉണ്ടാകും. ഫാൻസി മുളകളുടെ ദൃശ്യചാരുത പകരുന്ന മുല്ലശ്ശേരിയിലെ ഫാം റോഡ് സഞ്ചാരികൾക്ക് പ്രിയങ്കരമാകുന്നു. മുല്ലശ്ശേരി മാടക്കാക്കൽ പാലത്തിന് സമീപം KLDCയുടെ വടക്കേ ബണ്ടിലെ ഫാം റോഡിലാണ് 1 കിലോമീറ്റർ ദൂരത്തിൽ കൗതുക കാഴ്ചയൊരുക്കി ഫാൻസി മുളകളുള്ളത്. സാമൂഹിക വനവൽക്കരണ വിഭാഗവും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ചേർന്ന് 6 വർഷം മുൻപാണ് വിവിധ ഇനം ഫാൻസി മുളകൾ നട്ടുപിടിപ്പിച്ചത്. തണലിനൊപ്പം മണ്ണൊലിപ്പ് തടഞ്ഞ് ബണ്ടുകളുടെ സുരക്ഷ ഉറപ്പാക്കാനും കൂടിയാണ് മുളകൾ നട്ടുപിടിപ്പിച്ചത്. തണലും ദൃശ്യഭംഗിയും സമന്വയിക്കുന്ന ഈ ഫാം റോഡ് ഇപ്പോൾ സഞ്ചാരികളുടെ പ്രിയ ഇടമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 6 വർഷം മുമ്പ് ശാസ്ത്രാഹിത്യ പരിഷത്തും സാമൂഹ്യ വനവൽക്കരണ വിഭാഗം കൂടി മണ്ണൊലിപ്പ് തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വെച്ചുപിടിപ്പിച്ചത് ഈ ഫാൻസി മുളകൾ. ഇത് 2-3 തരം മുളകൾ ഇവിടെ നട്ടിട്ടുണ്ട്. മുള്ളൊന്നുമില്ലാത്ത അലങ്കാര മുളകളാണ്. സന്ധ്യാസമയങ്ങളിലൊക്കെ നിരവധി പേര് ഈ ബണ്ടിലും കൂടി സഞ്ചരിക്കുന്നുണ്ട്. DTPCയോ അതല്ലെങ്കിൽ പഞ്ചായത്ത് ഏജൻസിയോ ഈ ബണ്ടിൻ്റെ ഓരങ്ങൾ വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ യാത്രയ്ക്ക് സൗകര്യം ഉണ്ടാക്കുകയാണെങ്കിൽ ഈ മുളങ്കാടുകൾ കാണുന്നതിന് വേണ്ടി ഒട്ടനവധി പേര് ഇവിടെ എത്തിച്ചേർന്നുണ്ട്. കാറ്റിൽ ആടിയുലയുന്ന മുളങ്കാടുകളിൽ നിന്നുയരുന്ന സംഗീത സാന്ദ്രമായ മർമ്മരങ്ങളും മുളങ്കൂട്ടങ്ങളിൽ ചേക്കേറുന്ന കിളികളുടെ കൊഞ്ചലും സഞ്ചാരികൾക്ക് പ്രിയങ്കരമാകുന്നു. മുളങ്കൂട്ടങ്ങൾ ഇപ്പോൾ കോൾ ടൂറിസത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. മുല്ലശ്ശേരി കനാലിൽ ഇടിയഞ്ചിറ പതിയാർകുളങ്ങര ടൂറിസം പദ്ധതി കൂടി യാഥാർത്ഥ്യമായാൽ മുളങ്കാടുകളിലൂടെയുള്ള യാത്രയ്ക്ക് കൂടുതൽ പേരെത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് പരിസ്ഥിതി പ്രവർത്തകനും മുളകൾ നട്ടുപിടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയവരിൽ ഒരാളുമായ സദാശിവൻ മധുക്കര പറഞ്ഞു. TCV ന്യൂസ്, പാവർട്ടി. ബുൾഡോസർ രാജിന് തടയിട്ട സുപ്രീം കോടതി വിധി സ്വാഗതാർഹമാണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് നടത്തിയ ജില്ലാ മീലാദ് കോൺഫറൻസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാഗത സംഘം ചെയർമാൻ AP അബ്ദുൽ കരീം വെങ്കിടങ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ഫസൽ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA, കേരള ബാർ കൌൺസിൽ ചെയർമാൻ TS അജിത്, PV മധുസൂദനൻ, കേരള മുസ്ലിം ജമാഅത്ത് ജനറൽ സെക്രട്ടറി PU അലി, SYS സംസ്ഥാന സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരം തുടങ്ങിയവർ സംസാരിച്ചു. മണത്തല പള്ളി പരിസരത്ത് നിന്ന് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ കമ്മിറ്റി ജില്ലാ മീലാദ് കോൺഫറൻസിന്റെ മുന്നോടിയായി നടത്തിയ നബിദിന റാലിയിൽ ആയിരങ്ങൾ അണിനിരന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒല്ലൂർ വില്ലേജ് ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. ഒല്ലൂരിലെ വില്ലേജ് ഓഫീസ് തൽസ്ഥാനത്ത് നിലനിർത്തുക, പ്രളയക്കെടുതികൾക്കുടൻ നഷ്ടപരിഹാരം നൽകുക, ഒല്ലൂരിലെ കോളേജിന് സ്വന്തം സ്ഥലവും കെട്ടിടവും നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഡേവിസ് ചക്കാലിക്കൽ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ, ഒല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് റിസൻ വർഗീസ്, DCC മെമ്പർ സനോജ് കാട്ടുകാരൻ, ഫ്രാങ്കോ ത്രിക്കുകാരൻ, EV സുനിൽ രാജ്, നിമ്മി റപ്പായ്, സന്ദീപ് സഹദേവൻ, ജോൺസൺ മുളങ്ങൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രവർത്തകർ മന്ത്രി K രാജന്റെ കോലം കത്തിച്ചു. എടത്തിരുത്തി സ്വദേശിയായ 2 വയസ്സുകാരി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. എടത്തിരുത്തി സിറാജ് നഗർ സ്വദേശി മംഗലംപുള്ളി അബു താഹിർ ഷിഫാന ദമ്പതികളുടെ മകളായ 2 വയസ്സും 2 മാസവും പ്രായമുള്ള സെബാ മറിയമാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് നേട്ടം കൈവരിച്ചത്. പക്ഷിമൃഗാദികളുടെയും പച്ചക്കറി പഴവർഗ്ഗങ്ങളുടെയും വിവിധ രാജ്യങ്ങളുടെ പതാകകളും മനുഷ്യ ശരീരത്തിലെ ഭാഗങ്ങളും വാഹനങ്ങൾ, കളറുകൾ തുടങ്ങിയവയുടെ ഫോട്ടോ ചെറുപ്രായത്തിൽ കണ്ട് തിരിച്ചറിഞ്ഞാണ് നേട്ടം കൈവരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് സെബാ മറിയത്തിന്റെ നേട്ടം പ്രഖ്യാപിച്ചത്. ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ചാവക്കാടുള്ള ഗുരുവായൂർ ലോട്ടറി സബ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കറന്റ് പോയാൽ ലോട്ടറി വിതരണം നിർത്തിവെക്കുന്നതിനെതിരെയായിരുന്നു സമരം. ഓഫീസിൽ ജീവനക്കാരുടെ കുറവ് പരിഹരിക്കണമെന്നും അടിയന്തരമായി ജനറേറ്റർ സ്ഥാപിക്കണമെന്നും യൂണിയൻ ആവശ്യപ്പെട്ടു. TB ദയാനന്ദൻ സമരം ഉദ്ഘാടനം ചെയ്തു. PC സന്തോഷ് കുമാർ അധ്യക്ഷനായി. വാസന്തി, അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി മോതിരക്കണ്ണിയിൽ ചായക്കടക്കാരൻ മുരുകേശന്റെ 1ാം ചരമവാർഷികം ആചരിച്ച് നാട്ടുകാർ.
ഗ്രാമത്തിൽ വർഷങ്ങളായി ഈ ചായക്കടയിൽ നിന്നും ചായ കുടിക്കുന്ന ഗ്രാമവാസികളാണ് ഒത്തുകൂടി മുരുകേശന്റെ ഛായാചിത്രത്തിന് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചതും ഓർമ്മകൾ പങ്കുവച്ചതും. രാഷ്ട്രീയ നേതാക്കളും ജനപ്രതിനിധികളും കർഷകരുമുണ്ടായിരുന്നു കൂട്ടത്തിൽ. ഇവരെല്ലാം മോതിരക്കണ്ണി ജംഗ്ഷന് തൊട്ടടുത്ത ചായക്കടയിലെ സ്ഥിരം സന്ദർശകരാണ്. അതിരാവിലെ ചായക്കടയിലെത്തി പത്രവായനയിലും ഇവിടെ നടക്കുന്ന ചർച്ചകളിലും പങ്കെടുക്കുന്നവർ. പലപ്പോഴും ഇതൊരു വായനശാലയുമായി. എല്ലാത്തിനും മുരുകേശൻ പ്രോത്സാഹനവും നൽകി. കരൾ രോഗം ബാധിച്ച് തമിഴ്നാട്ടുകാരൻ മുരുകേശൻ 1 വർഷം മുൻപാണ് മരിച്ചത്. നാട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഭാര്യ ശകുന്തള, മകൾ ശാരികയുടെ സഹായത്തോടെ ചായക്കട വീണ്ടും ആരംഭിച്ചു. മുരുകേശന്റെ അനുസ്മരണം സംഘടിപ്പിച്ചത് നാട്ടുകാരായിരുന്നു. LJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറോലിയായിരുന്നു സൂത്രധാരൻ. TCV ന്യൂസ്, ചാലക്കുടി. ചിറമനേങ്ങാട് കണലിപ്പാറ രാജീവ് നഗർ പരിസരവാസികളെ ഭീതിയിലാക്കി അനധികൃതമായി ടവർ നിർമ്മാണം നടക്കുന്നതായി പരാതി. കടങ്ങോട് പഞ്ചായത്ത് ചിറമനേങ്ങാട് 1, 2, 18 വാർഡുകൾ ഉൾപ്പെടുന്ന ജനവാസ മേഖലയിൽ യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ടവർ പ്രവർത്തനം നടത്തുന്നത്. ജനങ്ങൾക്ക് ശാരീരികമായി ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ടവർ നിർമ്മാണം നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. VK സുരേഷ്, പാറുക്കുട്ടി, രാമചന്ദ്രൻ, വിജയൻ, ഷാജിദ, ശിവൻ, മുരളി, സുനിൽകുമാർ, വിഷ്ണു, ഷാജി പൂതൌട്ട് തുടങ്ങിയവർ നേതൃത്വം നൽകി. കടവല്ലൂർ പഞ്ചായത്ത് ഫുട്ബോൾ അക്കാദമി KFAയുടെ ആഭിമുഖ്യത്തിൽ കടവല്ലൂർ പഞ്ചായത്ത് ഗ്രൌണ്ടിൽ ആരംഭിച്ച അണ്ടർ 14 ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം ജയൻ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 12 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. വെള്ളിയാഴ്ച ഫൈനൽ മത്സരം നടക്കും. കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പുതിയതായി നിർമ്മിച്ച ബ്ലോക്കിന്റെ ഉദ്ഘാടനം ഞായറാഴ്ച വൈകിട്ട് 5-ന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങിൽ ആശുപത്രി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപോലീത്ത പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ആശുപത്രി സെക്രട്ടറി KP സാക്സൺ, ട്രഷറർ മോൻസി P. എബ്രഹാം, CV പോൾ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മഞ്ഞപ്പിത്തത്തെ തുടർന്ന് ഗുരുതരമായ കരൾ രോഗം ബാധിച്ച് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആലപ്പാട് സ്വദേശിനിയായ വിദ്യാർത്ഥിനി ചികിത്സാ സഹായം തേടുന്നു. ആലപ്പാട് 5-ാം വാർഡിൽ പരേതനായ പെരുമ്പള്ളി പ്രശാന്തിന്റെയും വിനുവിന്റെയും മകൾ 24 വയസ്സുള്ള പ്രവീണയുടെ ചികിത്സയ്ക്കാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. ബാംഗ്ലൂരിൽ വിദ്യാർത്ഥിനിയായ പ്രവീണ മഞ്ഞപ്പിത്തം ഗുരുതരമായതിനെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. പഠിക്കാൻ മിടുക്കിയായ പ്രവീണയെ അച്ഛന്റെ മരണശേഷം അമ്മയുടെ തുച്ഛമായ വരുമാനം കൊണ്ടാണ് പഠിപ്പിച്ചിരുന്നത്. വിദ്യാഭ്യാസത്തിന്റെ അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് പ്രവീണ ഗുരുതരമായി രോഗബാധിതയാകുന്നത്. ചികിത്സയ്ക്ക് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവ് വരുന്നത്. തുച്ഛമായ വരുമാനമുള്ള അമ്മ വിനു പ്രശാന്തും വിദ്യാർത്ഥിനിയായ സഹോദരിയും മാത്രമടങ്ങുന്ന കുടുംബത്തിന് താങ്ങാനാകാത്തതാണ് ചികിത്സാ ചെലവ്. പ്രവീണയുടെ ചികിത്സയ്ക്ക് പണം സമാഹരിക്കാനായി ചാഴൂർ പഞ്ചായത്ത് 5-ാം വാർഡ് അംഗം KV ഇന്ദുലാൽ ചെയർമാനായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. കനറ ബാങ്കിന്റെ പെരിങ്ങോട്ടുകര ബ്രാഞ്ചിൽ ചികിത്സാ സഹായ സമിതിയുടെ പേരിൽ തുടങ്ങിയിട്ടുള്ള 110000368654 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് 81-83 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നഗരസഭാ കൌൺസിലർ ശോഭ ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് ജോഫി ചൊവ്വല്ലൂർ അധ്യക്ഷത വഹിച്ചു. CD ജോൺസൺ, അഭിലാഷ് V. ചന്ദ്രൻ, അഡ്വക്കേറ്റ് TK വിജയകുമാർ, KG സുനിൽ, T. ഷീല പോൾ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6825 രൂപ, പവന് 54,600 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3315 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂർ ബാങ്കിന് മുന്നിൽ നിക്ഷേപകന്റെ ഒറ്റയാൾ പ്രതിഷേധം. മാപ്രാണ സ്വദേശി ജോഷിയാണ് പണം ലഭിക്കാത്തതിനെ തുടർന്ന് മേൽവസ്ത്രം ഊരി പ്രതിഷേധിച്ചത്.
തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ വെള്ളിയാഴ്ച മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ് ഉടമസ്ഥ തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി. അശാസ്ത്രീയമായ ഗതാഗത നിയന്ത്രണങ്ങളിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. ദേശീയപാത ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണം ഈ മാസം 26-ന് ആരംഭിക്കും. ഗതാഗത നിയന്ത്രണം വെല്ലുവിളിയാകുമെന്ന ആശങ്കയിൽ നാട്ടുകാരും വ്യാപാരികളും. പൂക്കോട് വട്ടനാത്ര പച്ചളിപ്പുറം പാടശേഖരത്തിലെ ഏക്കർ കണക്കിന് നെൽകൃഷി കരിഞ്ഞുണങ്ങുന്നു. കതിരിവന്ന നെൽച്ചെടികൾ നശിക്കുന്നതിന്റെ കാരണമറിയാതെ കർഷകർ ആശങ്കയിൽ. നിറമാല നിറവിൽ തിരുവില്ലാമല ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രം. മധ്യകേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിച്ച് നടന്ന നിറമാല ഉത്സവത്തിന് ആയിരങ്ങളെത്തി. തൊയക്കാവ് തീരം ബോട്ട് ക്ലബ്ബും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിച്ച ജലോത്സവം ആയിരങ്ങൾക്ക് ആവേശമായി. ജലോത്സവത്തിൽ ഡീമക്സ് തൊയക്കാവിന്റെ മടപ്ലാത്തുരത്ത് ജേതാക്കളായി. കണ്ടശാങ്കടവ് ജലോത്സവം മുടങ്ങാതിരിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. തൃപ്രയാറിൽ കണ്ടെയ്നർ ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ 2 യുവാക്കൾ മരിച്ചു. വലപ്പാട് സ്വദേശികളായ ആശീർവാദ്, ഹാഷിം എന്നിവരാണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.